എൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു തമിഴ്നാട് കേരള വൺ സൈഡ് ലവ് സ്റ്റോറി. ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് മാത്രം അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനൊരു കാര്യം. ബാക്കി ഒരുവിധം എൻ്റെ നാട്ടിലും വീട്ടിലും സ്കൂളിലും ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളാരെങ്കിലും നിമിത്തം ഇത് അദ്ദേഹം അറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ 9th വെക്കേഷൻ ടൈമിലാണ് പയ്യ മൂവി കാണാൻ പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ കണ്ട ആ തമിഴ് പയ്യനോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു. ആ മൂവിയിലെ ഓരോ പാട്ടും അദ്ദേഹത്തിൻ്റെ അഭിനയവും ഓരോ ഡയലോഗും എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു കേട്ടോ. പിന്നെ ആരാധന മൂത്ത് എനിക്ക് അങ്ങാരോട് പ്രണയമായി. ഒരു തരം ഭ്രാന്തമായ പ്രണയം. ഒരു 14 വയസ്സുകാരിക്ക് തോന്നിയ ഒരു തരം വട്ട്. അല്ലാതെ ഞാനിതിനെ എന്താ വിളിക്കുക? നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ തമിഴ് മൂവീസ് മാത്രം കാണാൻ തുടങ്ങി, തമിഴ് ചാനൽസ് മാത്രം കാണാൻ തുടങ്ങി. എൻ്റെ പേരിൻ്റെ കൂടെ കാർത്തി എന്ന് എഴുതി ചേർത്തു. തമിഴ് സംസാരിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഞാൻ ആദ്യമായിട്ട് എഴുതിയ തമിഴ് വാക്ക് കാർത്തി എന്നാണ് കേട്ടോ. പിന്നുണ്ടല്ലോ കലിംഗർ എന്നൊരു ചാനലുണ്ട്. ഈവനിങ് ആയാൽ അതിനകത്ത് പയ്യയുടെ ട്രെയിലർ ഉണ്ടാവും. എത്ര തവണ കണ്ടിട്ടുണ്ടെന്നറിയോ? അതൊക്കെ എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ലായിരുന്നു. പിന്നെ എയർടെല്ലിലേക്ക് അന്ന് വിളിക്കുന്ന സമയത്ത് പയ്യയിലെ പാട്ടൊക്കെ കേൾക്കാം. എൻ്റെ വിളിയുടെ ആഘാതം കൊണ്ടാണെന്ന് തോന്നുന്നു അവരാ പാട്ട് എന്നെ എടുത്ത് കളഞ്ഞു. ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് തവണ ഞാൻ വിളിക്കുമായിരുന്നു. മാത്രമല്ല കേട്ടോ, ഓരോ മാസികയിൽ വരുന്ന ഫോട്ടോസും പത്രത്തിൽ വരുന്ന ഫോട്ടോസും ഒക്കെ ഞാൻ വെട്ടിയെടുത്ത് സൂക്ഷിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കും. രാത്രി കാലങ്ങളിൽ സ്വപ്നം കാണും ഞാനും കാർത്തിയും മാത്രമുള്ളൊരു ലോകം. ഓരോരോ മൂവി ഷൂട്ടിങ്ങിനെ കുറിച്ചും ലൊക്കേഷൻസിനെ കുറിച്ചും ചില മൂവി സ്റ്റോറി വരെ കാർത്തി എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തരും. കാർത്തിയുടെ ഏത് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും ഞാൻ അത് മുടങ്ങാതെ കുത്തിയിരുന്ന് കാണും. ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാർത്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമായിരിക്കും പിന്നീട് അങ്ങോട്ട് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. പിന്നെ പയ്യയ്ക്ക് ശേഷം കാർത്തിയുടെ കുറച്ച് റൊമാൻറ്റിക് മൂവീസൊക്കെ വരാൻ തുടങ്ങി. ഞാൻ പ്രണയിക്കുന്ന സമയത്തായിരുന്നു സിറുത്തയൊക്കെ വന്നത്. തമന്നയായിരുന്നു അതിൽ കൂടെ അഭിനയിച്ചത്. അതിൽ തമന്നയുടെ കൂടെ കുറച്ച് ക്ലോസായി അഭിനയിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പയ്യയിലെ ചില സീൻസൊക്കെ കാണുമ്പോൾ എനിക്ക് തമന്നയോട് ദേഷ്യവും അസൂയയും ഒക്കെ തോന്നാറുണ്ട്. ഒരു ദിവസം 1000-ലൊരുവൻ മൂവി സൺ TV-യിൽ ഉണ്ടായിരുന്നു. യൂഷ്വലി എനിക്ക് അങ്ങനെയുള്ള മൂവീസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കാർത്തി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ സിനിമ കണ്ടു. മൂവി സ്റ്റോറി എന്തായാലും എനിക്ക് എൻ്റെ കാർത്തിയെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊരു മനോഭാവമായിരുന്നു എനിക്ക്. ഒരു ദിവസം കലിംഗർ TV-യിൽ പരുത്തി വരുന്നായിരുന്നു മൂവി. ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും കാർത്തി ഉള്ളത് കൊണ്ട് എനിക്ക് എത്ര തവണ കണ്ടാലും മടുക്കില്ല. മൂവി കാണുന്നതിനിടയിൽ കറണ്ട് പോയി. അന്ന് ഞാൻ വൈദ്യുതി മന്ത്രിയെയും KCB-യെയും ഒക്കെ പ്രാഗിയിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു കാർത്തിയെ. എൻ്റെ പ്രേമഭ്രാന്ത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സും സ്കൂളിലെ കുട്ടികളും ഓരോന്ന് ചോദിക്കും. ചില ഫ്രണ്ട്സൊക്കെ കാർത്തിയുടെ ഫോട്ടോസ് കിട്ടുമ്പോൾ കൊണ്ടുതരും. TV-യിൽ എപ്പോഴേലും കാർത്തിയെ കണ്ടാൽ എന്നോട് വന്ന് പറയും. അപ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. കാർത്തി എൻ്റെ ആരൊക്കെയാണെന്നുള്ള പോലെ കേട്ടോ. ഒരു ദിവസം ഉണ്ടല്ലോ, ട്യൂഷൻ ക്ലാസ്സിലെ എക്സാമിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു കാർത്തിയുടെ ഞാൻ മഹാനല്ല മൂവിയിലെ ഒരു സോങ് കേൾക്കുന്നു. പരീക്ഷയാണെന്നുള്ള ബോധം പോലും എനിക്കില്ലായിരുന്നു. ഞാൻ ആ സോങ്ങും ആസ്വദിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിൽ കാർത്തിയുള്ള പേജിൽ മാത്രമേ ഞാൻ എഴുതിയിരുന്നുള്ളൂ. ഒരു തരം വാശി പോലെ. അങ്ങനെ എൻ്റെ പ്രണയം എൻ്റെ മനസ്സിൽ അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. കാർത്തിയുടെ കല്യാണം കഴിഞ്ഞെന്ന്. ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങേരോട് പ്രണയമായിരുന്നല്ലോ. പിന്നീട് അങ്ങനെയൊക്കെ ഞാൻ ഓക്കെ ആയി. ഒരു 14 വയസ്സുകാരിക്ക് തോന്നിയ ഒരു വട്ടായി മാത്രം ഇതിനെ കാണുക. ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിതുപോലെ വല്ല സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.